കുട്ടിക്കാലത്ത് നമുക്ക് പാരൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു കെയറും അതുപോലെ ഒരു ഇമോഷണൽ ബോണ്ടിങ്ങും ഒക്കെ ഉണ്ടല്ലോ. അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ ബന്ധങ്ങളെയും അതുപോലെ ബന്ധങ്ങളുടെ രീതികളെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്. അതിനെയാണ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഏതാന്ന് വെച്ചാൽ സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ്. ഈ സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാർക്ക് പൊതുവെ അവരുടെ റിലേഷൻഷിപ്പിലും അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറോടൊക്കെ വളരെയധികം ട്രസ്റ്റ് ആയിരിക്കും, നല്ല വിശ്വാസമായിരിക്കും. അവർ മാക്സിമം അവരുടെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഒരു കാര്യവും മറച്ചു വയ്ക്കാണ്ട് എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവരവരുടെ പാർട്ട്ണറോടും അവരുടെ റിലേഷൻഷിപ്പിലും വളരെയധികം കോൺഫിഡൻ്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഏതാന്ന് വെച്ചാൽ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ്. ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാർക്ക് അവരുടെ പാർട്ട്ണർ അവരെ വിട്ടിട്ട് പോകുമോ എന്നുള്ള ഒരു ആങ്സൈറ്റി എപ്പോഴും ഉണ്ടാവും. അപ്പോൾ പാർട്ട്ണർ അവരെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവരെപ്പോഴും അവരെ കോൾ ചെയ്തിട്ടും മെസ്സേജ് ചെയ്തിട്ടും ഒക്കെ ഇരിക്കും. അതുപോലെ അവർക്ക് എപ്പോഴും ഒരു അഷ്യൂറൻസ് കിട്ടിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ, ശരിക്കും ഇഷ്ടമാണോ എന്നൊക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. അതാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാരുടെ ഒരു രീതി. ഇനി മൂന്നാമത്തെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഏതാന്ന് വെച്ചാൽ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ്. ഇത്തരക്കാർക്ക് പൊതുവെ ആരുമായിട്ടും അങ്ങനെ ക്ലോസ് ആവാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. അവരെല്ലാവരുമായിട്ടും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടേ നിൽക്കുള്ളൂ. അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അധികം സംസാരിക്കാനൊന്നും നിൽക്കില്ല. ഇപ്പം അവരുടെ പാർട്ട്നേഴ്സ് അവരോട് പറയുകയാണ് എനിക്കൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാലും മാക്സിമം അവർ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കും. ഇതാണ് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാർ പൊതുവെ ചെയ്തു വരാറ്. നിങ്ങളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഏതാണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ.